സാർ, അപ്പോൾ കഥ പറയട്ടെ? ആ പറ, പെട്ടെന്ന് പറയണം. ഇതിപ്പോ സീരിയസ് സ്റ്റോറി പോലുണ്ടല്ലോ. ആദ്യമേ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല, ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടി വന്നതാണ്. ഇനി ലൈറ്റാക്കി പറയാം. നേരവും കാലമില്ലാതെ കിടന്നുറങ്ങുന്ന എല്ലെണ്ണം ബാക്കി ബാംഗ്ലൂർ മൊത്തം ജീവിതത്തിൻ്റെ ട്രാക്കിൽ ഓടുമ്പോൾ ഏതോ ഒരു ട്രാക്കിൽ സിഗ്നലും നോക്കാതെ കൂകി നടക്കുന്ന ഗുഡ്സ് വണ്ടി പോലെയുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ക്രിക്കറ്റും കളിച്ച് നേരം കളയുന്ന മണക്കൂസന്മാർ. ಇದು ಕ್ರಿಕೆಟ್ ಆಡಬಾರ್ದು ಅಂತ ಹೇಳಿಲ್ವ ನಿಮ್ಗೆ? ವಾಟರ್ ಲೆವೆಲ್ ಚೆಕ್ ಮಾಡಿದಿರಾ? ನಾನು ನೋಡಿ ಹೇಳ್ತೀನಿ. അത് കാവേരി വാട്ടർ വരുമ്പോഴേ വെള്ളം അടിച്ചില്ലെങ്കിൽ നിനക്കൊന്ന് കക്കൂസ് പോകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. ഭയങ്കര ചൊറയാണ്. ഇന്നത്തെ കളിയും തോറ്റു. ഈ ഷമി ക്യാച്ച് മിസ്സാക്കിട്ടാ. ക്രിക്കറ്റ് വെച്ചാടാ. Dance bars in Mumbai are closed as per rules from the authorities. As a result, dancers are moving to other metro cities like Bangalore. Due to lack of job opportunities, therefore. ಅರುಣ, ನೀನಿರೋದಕ್ಕಿಂತ ಮನೆ ಖಾಲಿ ಮಾಡೋಕೆ ಹೇಳ್ತಾ ಇಲ್ಲ. ಏನಾಯ್ತು ನಿನ್ನ ವಿಷಯದಲ್ಲ? ದುಡ್ಡಲ್ಲಿ ಸಿಗುತ್ತಾ? അടുത്ത ശനിയാഴ്ച ഏകദേശം ഓക്കെ ആവുമല്ലോ. They are forced to ally with local goons and brokers. City Police Commissioner has warned massage parlors who are involved in social activities. Local goons are targeting outsiders, especially bachelors, and blackmailing them using female dancers for. ഈ ഗൗരവത്തിൽ ഗേറ്റ് അടച്ചു വന്ന ഈ വിദ്വാനാണ് അരുൺ. നല്ലൊരു ജോലിയും കളഞ്ഞ് എന്റർപ്രണർ. അത് തന്നെ.
അതാവാൻ നടക്കുന്നു. അവന്റെ പുതിയ ലൈനാണ് ഹിന്ദിക്കാരി. ഇവനല്ലടാ ഇപ്പൊ കന്നഡയിൽ പഞ്ചാര കൊടുക്കുന്ന കേട്ടെ. അവന്റെ വേറെ ലൈൻ കോമൾ. കഷ്ടം. കോമളം പരിമളം, ജോലിയുമില്ല കൂലിയുമില്ല, വീട്ടിൽ നിന്ന് അയച്ചിരുന്ന കാശും കൊണ്ട് കണ്ട പെമ്പിള്ളേരൊക്കെ വിളിച്ച്. ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഷമിത്ത്. വന്നിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല. പ്രൊഫഷണൽ കോഴ്സും കഴിഞ്ഞ് ജോലി തേടി വന്നതാണ്. ഇത്രയും കാലം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചാരക്കണ്ണിൽ നഷ്ടമായ യൗവന സ്വാതന്ത്ര്യം ബാംഗ്ലൂരിൽ ആഘോഷിക്കുന്നവൻ. പല പല നമ്പറും ഡയൽ ചെയ്ത് പെൺപിള്ളേരെ വളക്കാൻ നടക്കുന്ന ഇവനാണ് റോമിയോ ഷമി. കല്യാണപ്രായമായി, സ്കൂളിലൊക്കെ ജോലിയായി, പെണ്ണായി. ആലോചിച്ചിട്ടുള്ള മുട്ടിട്ട് പോകുന്നത് സന്തപ്ത മനസ്സിനായിട്ട് മടുത്തു. കവി ഒന്ന് വിഷമിക്കായിരിക്കും. നിങ്ങളെ പറഞ്ഞ എന്താ ലൈക്ക് സന്തോഷ മനസ്സിനാവണ്ടേ? സന്തപ്ത മനസ്സൻ, വിഷണ മനസ്സൻ. ഈ നിരാശ ബാധിച്ചിരിക്കുന്ന താടിക്കാരനാണ് റിജു. ചെറിയ ശമ്പളത്തിൽ ജോലിക്കൊന്നും പോകാതെ വലിയ ശമ്പളം കിട്ടുന്ന ജോലിയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ജോബ് എക്സ്പീരിയൻസും ഇല്ലാത്ത മഹാൻ. അല്ല, എനിക്ക് മലയാളം ടീച്ചർ ജോബ്. മുടിയൊക്കെ നീട്ടിയ ഈ ചുള്ളനാണ് അജ്മൽ. ഈ വീട്ടിൽ ജോലിയുള്ള ഏക വ്യക്തി. കുറച്ച് കൂടുതൽ എച്ചിത്തരം ഉണ്ടെന്നൊഴിച്ചാൽ മാന്യം. കോൾ സെന്ററിലാണ് ജോലി. ഐറ്റിക്കാർക്ക് മാത്രമേ ഇപ്പോൾ പണിയുള്ളൂ. എന്നാൽ എത്ര കാലം നമ്മള് ശരിയാവുന്നില്ല. ഈ നാട്ടുകാരുടെ ഈ കുടുംബക്കാരിൽ ഒരു ചോദ്യമുണ്ട്, ജോലിയായില്ലേ ജോലിയായില്ലേ. ഇതൊന്നും കേൾക്കേണ്ടി വരുന്നില്ലെങ്കിൽ ഞാൻ നാട്ടിൽ എന്തെങ്കിലും കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ട് അവിടുത്തെ വെച്ചാവട്ടെ. സമയം നീ വിഷമിക്കല്ലേ. എന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് റെഡി ആവേണ്ട താമസം. ഞാൻ പുതിയ കമ്പനി തുടങ്ങും. ഫസ്റ്റ് എംപ്ലോയി നീ തന്നെ. ഡോണ്ട് വറി, നമ്മൾ പൊളിക്കും. അറിഞ്ഞാട്ടാ, ഒരു പുതിയ കമ്പനി ഒക്കെ തുടങ്ങിയിട്ടേ അതൊന്ന് പച്ച പിടിച്ചിട്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ പൈസ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കഞ്ചാവോ ഐസോ അങ്ങനെ എന്തെങ്കിലും. എനിക്കറിയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇതാണ് ലിബു. വീട്ടുകാർ ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടി വിട്ടതാണ്. ഡ്രോപ്പ് ഔട്ടായിട്ട് ക്രിക്കറ്റും കളിച്ച് വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നു. ആരെങ്കിലും പറ്റിച്ചായാലും കാശുണ്ടാക്കാൻ വേണ്ടി. ആ മതി മതി, ഇനി പറയണ്ട, ഞാൻ കണ്ടോളാം. അതാ നല്ലത്. സാറ് ഇരുന്ന് കാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ആ പരിപാടി നമുക്ക് വേണ്ട. പുതിയ ഇൻവെസ്റ്റർ ഓക്കെ ആയിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ നമ്മളെ വരും. സാറിനോടിക്കും പ്രശ്നമെല്ലാം തീരട്ടെ. ഞാൻ പൊട്ടിച്ചാ, നീ പൊട്ടിക്കണ്ട. വെള്ളം ഞാൻ അടിച്ചിട്ടില്ലടാ. ജമ്മു നീ കുപ്പി എടുത്തെന്ന് ചോദിച്ചിട്ട് നീ വലിയ ചാട കാണിക്കട്ടോ. ഞങ്ങളും എടുക്കാറുണ്ട്. നീയല്ല എപ്പോഴാ കുപ്പി എടുത്തത്? ഞാനും പറഞ്ഞല്ലോടാ കുപ്പി എടുക്കില്ല എപ്പോഴും. നീ എന്നെ എടുത്തടിക്കും. സമയം വന്നേ. നിക്കടാ അജു, നിനക്ക് നിന്റെ എച്ച് സോളം നിർത്താനായിട്ടില്ലേ? എപ്പോഴും ഇതും പറഞ്ഞിട്ട് പ്രജു വന്നിരുന്നേ. ആ പുടി മനുഷ്യൻ രാത്രി ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി അടിക്കുന്നത്. അപ്പൊ ഒരു സ്വഭാവം കൊണ്ട് അറിയുമോ? ലഘു വേവിച്ചേ. പ്രജു പൊട്ട ഓനത് പെൺപിള്ളേർ ആൻഡായിട്ട് വിളിക്കാൻ വേണ്ടി ഒരു നമ്പർ വെക്കുന്നല്ലേ? ഓനെ സ്ഥിരം നമ്പറിലേ ഇത്. എനിക്ക് തെലുങ്ക് കേൾക്കുന്നു സെറ്റേ.
ഇന്നേരെ കണക്ക് ഞാൻ പറ. ഞാൻ കേട്ടോ ലബു ഞാനോടാ. ഞാനൊന്നല്ല ബ്രിജേഷ്. ഇന്ന് രാവിലെ ഹരിയേട്ടന്റെ മെസ്സിന്ന് ദോശയും ഒരു ഓംലെറ്റും ചായ ഞാൻ കഴിച്ചു. എല്ലാരും അല്ലേ കഴിച്ചേ, അപ്പൊ പിന്നെ സെയിമല്ലേ ഇത്? എന്നാലുണ്ടല്ല, നീയും പ്രജേഷും 2 ഓംലെറ്റ് കഴിച്ചു. ഇതിൽ ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിന് 5 രൂപ കുറവ് നിങ്ങൾക്ക് കൂടുതലാണ്. ഇച്ചിക്കുട്ടാ, നിന്റെ ഈ കണക്ക് കെട്ടല്ലേ കോഴി മുട്ട ഇടുന്നത് മതിയാക്കിട്ട് അനന്തമഗാധമി ഭൂലോക ഗോളം കോളം സഞ്ചാരിയാമി സഞ്ചിത ജന്മം നിഷ്കർഷയോടെ വിപ്രാണം ചെയ് అనందమగాతమి భూలోక గోళం సంచారియామి సంజిత జన్మం నిష్కర్షయోടെ విప్రాణం చేయి ఉల్పులకన్నలు మరమాల పిలసిక్కెలు అక్కడ ఇక్కడ ఎక్కడ పిక్కలు అనందమగాతమి భూలోక గోళం సంచారియామి సంజిత జన్మం నిష్కర్షయోടെ విప్రాణం చేయి ഉൾപ്പുലകണ്ണു മരനാള തീതി കാതലാങ്ങി ഒരു കൂലിക കാലങ്ങളിലുള്ള കാമന കാണാതെ പോകല്ലേ കോമള കുമ കമ കുമ കുമ കമ കുമ പക്കുടു കുമ കമ കുമ കുമ കമ കുമ പക്കുടു. तुम बहुत खूबसूरत है. എനിക്കറിയാടാ കുട്ട. നീയും ശരിക്കും പായലിന് മലയാളം അറിയോ? പിന്നെ അതല്ലേ എൻ്റെ മെയിൻ. അവളെന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ പറയണ്ടേ? ശരിക്കും പറഞ്ഞ കാണാനാ പെണ്ണുങ്ങള് അവരും കൂടെ പറ. ഞാനും റെഡിയാണ്. എടാ ഞാനും ഉണ്ട്. അയ്യ പിന്നെ ഞാനും വരാം. വേണ്ട സംതപ്ത മനസ്സാ. സ്കൂളിൽ പോയ സമയത്ത് നല്ലോണം ഹിന്ദി പഠിച്ചെങ്കിലേ നമുക്ക് മുളക്കാരുന്നു ഹിന്ദിക്കാരുകൾ. മോനെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പിന്നെ ഹിന്ദി വേണ്ട, ഒരു കിണ്ടി വേണ്ട, ആരെ വേണേലും വളയ്ക്കാം. വേണമെങ്കിലേ ഫിലിപ്പീനിൽ നിന്ന് വരെ പെണ്ണുങ്ങൾ വളയ്ക്കാൻ പറ്റും ഇല്ലേ? നോക്കിയിരുന്നോ, അപ്പൊ കിട്ടും. ഞാൻ നിർബന്ധിച്ച സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ പോകും? കബൺ പറഞ്ഞല്ലേ? പക്ഷെ നമുക്ക് ബാംഗ്ലൂർ അത്ര പരിചയം പോരാ.
അഡ്രസ് അയച്ചു കൊടുക്കാല്ലേ? അവന് പെണ്ണിന്റെ പേരാടാ പായല്. എന്താ ചിരിക്കാൻ? ഇവനെങ്ങാനും ആ പെണ്ണിനെ കെട്ടിയാലേ ഇവന്റെ അമ്മോള് വിളിക്കും ആലോചിച്ചതാ പായല് മോളെ. നിനക്ക് ഇന്നൊരു പെണ്ണിനെ വിളിച്ചിട്ടുള്ള മോനെ വല്ലാണ്ടൊക്കെ കളിക്കല്ലേ. നമ്മളെയും വിളിക്കാറുണ്ട് പെൺപിള്ളേര്, അതും ഡെയിലി വിളിക്കാറുണ്ട്. കസ്റ്റമർക്ക് ബെസ്റ്റ്. അതാ പെണ്ണല്ലേ. ഞാൻ പോകട്ടോ. എന്തോന്നടേ കൊറേ കാലായാലും ഉണ്ടാക്കുന്നു. അരുണേട്ടാ സോറി. കഷ്ടം. പ്രജു നീ വരുന്നുണ്ടോ? പുറത്തെങ്കിലും ഭക്ഷണം കഴിക്കാം. വാടാ. അല്ല ഷമ്മി നീ വരുന്നില്ലേ ഫുഡ് കഴിക്കാൻ? അവന് വിശപ്പൊന്നും ഉണ്ടാവൂല. ദാഹം ഉണ്ടാവും, വല്ലാത്തൊരു ദാഹം. ಕಣ ಕುಣಾಕಿನ ಕಣ ಪೂಣ ತನಿತಾನಿದಾನೆ ಉಲುಲು ಕುಲುಲು ನೆಲ ಪಿಲಲ ಚಿಂಗು ಪಾಕುತೂ ಚಿಂಗು ಪಾಕುತೂ ಕಣ ಕುಣಾಕಿನ ಕಣ ಊಣ ತನಿತಾನಿದಾನೆ ಉಲುಲು ಕುಲುಲು ನೆಲ ಪಿಲಲ ಚಿಂಗು ಪಾಕುತೂ ಚಿಂಗು ಪಾಕುತೂ എടാ ഷമ്മി നമ്മുടെ പായൽ എത്ര മണിക്ക് വരാന്ന് പറഞ്ഞു? ഞാൻ ഒറ്റ കൂട്ടാ. മലയാളത്തിൽ പറയോ? യശ്വന്ത് സഹായിച്ചു. എന്റെ പൊന്നുമോനെ 5:30 പോവാന്നാ പറഞ്ഞത്. ഷമ്മി എന്താ പ്ലാൻ? നോക്കേ അവനെ കൂടി ഐസ്ക്രീം കഴിക്കാൻ പോവാ. പൈസ എന്തെങ്കിലും ഉണ്ടാവുക? എന്തെങ്കിലൊന്നുമില്ല. ഇന്ന് സിക്കടിച്ചല്ലേ? ഒന്നുമില്ലടാ, സിഗ്മയിലേക്കാൻ പറഞ്ഞൊരു സംശയം. अमीर भाई है ഓന് ഇതർ ഇതർ उधर है। हाँ ആരാടാ? ആ പൊട്ടാനെ ചെന്ന് കുടിസ് റൂം 100 താമസക്കാര്. ഇവിടുത്തെ വാടകക്കാരൊക്കെ ആരാണെന്ന് ആർക്കറിയാം? ജോലിയും കൂലി ഇല്ലാത്തമാർക്കൊക്കെ ശോഭ സിറ്റി പുതിയ ഫ്ലാറ്റ് പോലെ തരും. അയാളെ ലാക്കോഷ് ടീഷർട്ടും ഡ്രൈവിംഗ് ക്ലാസ് എടുത്ത് ലിബോ ഞാനും കൊടുത്തില്ല. ഹലോ. ആ വീട്ടില നമ്മളിറങ്ങി. ഞാൻ വന്നാ മതി.
ವಾಟರ್ ಲೆವೆಲ್ ಚೆಕ್ ಮಾಡಿದ್ಯಾ? ಅಂಕಲ್ അയാൾ പുറകുന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി ആ അങ്കിന്റെ ഒടുക്കത്തെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്തു. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഒന്നും നടക്കൂല. मैं शमी का दोस्त है। शमी का पेट खराब हुए, मुझे भी जल्दी जाना है। शमी कॉल करेंगे। आपको पैसा देने के लिए बोल दिया। കൂടി പോയപ്പോഴേ തോന്നി ബോംബെ കരുണി വഴികളൊക്കെ എങ്ങനെ വീഡിയോസൊക്കെ നേരെ വന്നത്. ഇവിടെ ചുവട്ടെ അമ്മ ക്യാഷ് റെഡി ആയമ്മ. ആണോ? ആ അത് നമുക്ക് കമ്പനി തുടങ്ങിയ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കാം, ഉറപ്പ്. ആ അമ്മ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ലമ്മ, ഞാൻ കഴിച്ചില്ല. ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അവരവിടെ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ എന്നാൽ ശരി കേട്ടോ, ഞാൻ വിളിക്കാവേ. ആ ശരി. എല്ലാവരോടും ഒരു കാര്യം, പവിയേട്ടൻ്റെ കടയിൽ പറ്റ് കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഈ മാസം എല്ലാവരും ഷെയർ കുറച്ച് കൂടുതൽ കൊണ്ടുവരും. പിന്നെ പറഞ്ഞില്ല ആ ഷമ്മിക്ക് 1000 ഉറുപ്പിക എടുക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? ആ 1000 ഉറുപ്പിക ഉണ്ടായിരുന്നു ഒരു മാസം പറ്റ് തീർക്കായിരുന്നു. പിന്നൊരു കാര്യം, നമ്മുടെ ഇൻവെസ്റ്റർ വിളിച്ചിരുന്നു, കാശ് ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ കാശ് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നാളെ തന്നെ പോകുന്നു, കടയുടെ ലീസ് അഗ്രിമെന്റ് റെഡിയാക്കുന്നു. സോമണ്ണ വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സോമൻ എന്ന് പറഞ്ഞാല് നമ്മൾ വെളിയിലുണ്ടായിരുന്നു. ആ അയാൾ തന്നെ. അയാളൊരു ഉടായിപ്പോണം. അങ്ങനെ ഉടായിപ്പൊന്നുമല്ല, ഇവിടെ അടുത്താണ് താമസം. പിന്നെ ഞങ്ങൾക്ക് ലോക്കൽ കുറച്ച് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കറിയാം. ഞാൻ എല്ലാ കാര്യങ്ങളും പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളല്ല പുള്ളി. ആ കറിയെല്ലാം ഓക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ റോമിയോനെ വിളിക്കും, കഴിക്കാം, നമുക്ക് വിശന്നിട്ട് കഴിക്കാം. എടാ പിന്നെ അരുണേട്ടൻ്റെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, ആ 10 ലക്ഷം, അത് റെഡി റെഡിയായി ശരിക്കും? ആടാ, പിന്നെ ഇന്ന് വൈകുന്നേരം കമ്പനിയുടെ സ്പേസ് കാണാൻ പോകുന്നുണ്ട്. എന്നാൽ അവിടെ കഴിക്കാം. ഒരു മിനിറ്റ് നീ ഞാൻ വന്നേക്കാം. ഞാൻ തുണി എടുത്തിട്ട് വരാം.
ഹലോ, ഞാൻ സ്നേഹിത ಕಂಪನಿ ಬೆಗನ್ ನಾನು ಹೇಳಿದಲ್ವಾ, ಒಂದು US ಇನ್ವೆಸ್ಟರ್ ಅದರಲ್ಲಿ 10 lakhs ಇನ್ವೆಸ್ಟ್ ಮಾಡಿದ್ವಿ. ಹಾಂ, ಪಣ ಒಂದು ಅಕೌಂಟ್ ಅಲ್ಲಿ ಬಲ್ದೀನಿ. ಹಾಂ, ನಾವೆಲ್ಲರೂ ಹೊಸ ಆಫೀಸ್ಗೆ ಜಗನಸ್ಥಾನ. ನಿಜವಾಗ್ಲೂ ಬರ್ದಿಯಾ? ಅದು ಪರವಾಗಿಲ್ಲ, ಅವರು ನಾನು ಇದನ್ನು ಸಜ್ಜುಗಳು. ಎಷ್ಟು ಗಂಟು? 8 ಗಂಟು? ಸರಿ, ಬೇಗಂ ಬಾ. നീ എങ്ങനെ ഈ പെമ്പിൾ നടക്കുന്നത് പുതിയ ഭാഷ അതിനൊക്കെ ഒരു കഴി 2 കളി അവരെ. ഓ, വൈകുന്നേരം കച്ചറക്കാരനിൽ പോകുന്നുണ്ട് ഓഫീസ് നോക്കാൻ. അജു അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പോരാ? ഞാൻ ഇല്ലുണ്ട്. എനിക്ക് ഒരു ഇന്റർവ്യൂ പോയുണ്ട്. ഇങ്ങോട്ട് ഇന്റർവ്യൂ നിനക്കാ? ഏത് കമ്പനി? അതൊക്കെ നിനക്കറിയില്ല. എനിക്കറിയാത്ത ഒരു കമ്പനി ബാംഗ്ലൂരിലില്ല. ഇത് വല്ല പായല ഓഫീസും ആയിരിക്കും. ഒന്നും നടക്കുന്നില്ലടാ. ഓമണന്റെ ഭാര്യനെ കാണാനില്ല. ഇതാണോ? ഓ, അപ്പൊ ഇതാണ് നിന്റെ ഇന്റർവ്യൂ. എന്താണ് ഈ പെണ്ണാലെ ഈ പ്രളയം വെച്ച കാശ എന്റെ സ്വപ്നമാണ്. നിന്റെ കോപ്പിലെ പ്രേമം കൊണ്ട് ഇല്ലാണ്ടാവാൻ പോകുന്നു. ड्रामा बेटा ಒಂದು ಕುರ್ಸಿ ಜಾವನ ಕುರ್ಸಿ लेके आओ. ಏನ ಹೆಸರು? ಭಾನುಪ್ರಿಯ. ಪೂರ್ಣ ಹೆಸರು? ಭಾನುಪ್ರಿಯ ಗೌಡ. ಅಣ್ಣ, ಭಾನುಪ್ರಿಯ ಗೌಡ ಏನು ಕನ್ನಡ ಹುಡುಗಿನಾ? ಮಲಯಾಳ ಪಾಡಿಲ್ಲ ಪಾರ್ಟಿಗಳ. ಜಾಗ ಡ್ರಾಮಾ ಬೇಡ, ನೀ ಹೋಗು. വെച്ച കാശ എന്റെ സ്വപ്നമാണ്. കോപ്പിലെ പ്രേമം കൊണ്ട് ഇല്ലാണ്ടാവാൻ പോകുന്നു.
കൊണ്ടുപോടാ. ഓടാ. तुम्हारा दोस्त साइकिल लेके भाग गया। बोल मारो, बोल मारो। ಮಗ ಇವರು ನೋಡಿದಾರಾ? ಮಲಯಾಳಿಯಾ? ಚೇಟ ಇವರ ಕಂದ ಸೋಮಣ್ಣ ವೈಫ್ ಮಿಸ್ಸಿಂಗ್. ನೋಡಿ ನೋಡಿದಾರಾ? ನೋಡಿ 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 ಹೇಳಿ, ನೀನೇ ನಿಂತ್ಕೋಬೇಡಿ, ನಾ ಇಲ್ವಾ ಜೊತೆಗೆ? ಈ ರೌಡಿಗಳು ನನಗೆ ಬರೋದು ಹಿಡ್ಕೊಂಡು ಬಂದೆ. ಇವರು ನನ್ನನ್ನ ಕುತ್ಕೋ ಕುತ್ಕೋ.
ವಾಟರ್ ಲೆವೆಲ್ ಚೆಕ್ ಮಾಡಿದೀಯಾ? ಏನೂ ಆಗಿಲ್ಲ, ಹೋಗಿ. എടാ നീ അയാളുടെ ഭാര്യക്കാണോ ഫോൺ മെസ്സേജ്? എടാ അത് കോളല്ല, കോള് സെൽഫോൺ സിഗ്നൽ പെട്ടുപോയെന്ന് എനിക്ക് മെസ്സേജ്. കോള ഞാൻ കണ്ടില്ല. നാളെ രാത്രി എത്തുമായിരിക്കും. എടാ അവളെല്ലാം ഗുണ്ടകളെ കൊണ്ടുവന്നെങ്കിൽ ആ ഗുണ്ടകൾ എങ്ങനെ ഇവിടെ എത്തി? നമുക്ക് പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിളിച്ചിട്ട് നീ എന്ത് പറയും? ഇവിടെ പെണ്ണിനെ വിളിച്ച് കയറ്റിയാലോ? എടാ ഇവൻ വിളിച്ചിട്ടല്ലല്ലോ അവര് വന്നത്, അവരായിട്ട് കേറി വന്നേല്ലേ. ഇതൊക്കെ നീ എങ്ങനെയാണ് അവരോട് പറയാ? കന്നഡയിൽ കുത്തും. കുത്തും, അവർ നിന്നെ കൂട്ടുകയും ചെയ്യും. അരുണേട്ടാ, ഇത് ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല. ആ ബാഗിലും കാശൊന്നുമില്ല. സോറിടാ. കാശൊന്നും പോയില്ല.
செல்லம் உன்னை தாண்டி நான் கனவில் பார்த்தேன்